ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് 2ാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ടൈപ്പ് 2 ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഡ്രീം ഹൗസ് ആണ് അല്ലേ. ദ ഹൗസ് കൺസ്ട്രക്ഷൻസ് ഓഫ് ആദീസ് ഈസ് ഗോയിങ് ഓൺ അല്ലെ. ആദീസിൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ഡ്രോൺ ബൈ ആദിഷ്. അപ്പോൾ ആദിഷ് വരച്ച പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓരോ ഷേപ്സ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കൗണ്ട് ദ ഷേപ്സ് ആൻഡ് റൈറ്റ്. അപ്പോൾ നിങ്ങളോട് ട്രയാങ്കിൾ എത്രയുണ്ട്, സർക്കിൾ എത്രയുണ്ട്, ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം മക്കളെ എങ്ങനെ എഴുതാമെന്ന്. അവിടെ എത്ര ട്രയാങ്കിളാണ് കാണുന്നത്? 6 എണ്ണം ഉണ്ട് അല്ലേ. കൗണ്ട് ചെയ്ത് നോക്കിയ ട്രയാങ്കിൾ 1 2 3 4 5 6. സർക്കിളോ 1 2 3 4 5 6 അല്ലേ. സ്ക്വയർ 1 2 3 4 5 6 7 8 അല്ലേ. ഇങ്ങനെ ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ അനദർ പിക്ചർ യൂസിങ് ദ ഷേപ്സ് ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് സ്ക്വയർ. നിങ്ങളോട് ഈ സ്ക്വയറും സർക്കിളും ട്രയാങ്കിളും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വേറെ ഒരു പിക്ചർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പിക്ചറൊക്കെ വരക്കാം അല്ലേ. അതിനിവിടെ സ്ഥലവും തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ വരക്കാം. അപ്പോൾ ഞാനിവിടെ വെറുതെ കൈകൊണ്ട് ഒരു പിക്ചർ നിങ്ങൾക്ക് ഏകദേശം വരച്ചിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ചിത്രം, അങ്ങനെയുള്ള ഇഷ്ടമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വരക്കാം കേട്ടോ മക്കളെ. അപ്പോൾ ഈ സ്ക്വയറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ വൃത്തിയിൽ വരക്കുക. ആക്ടിവിറ്റി 7 ഹൗസ് വാമിംഗ് ആണ് അല്ലേ. ദ ഹൗസ് ഈസ് റെഡി. ഹൗസ് റെഡി ആയിട്ടുണ്ട്. ദ ഹൗസ് വാമിംഗ് വിൽ ബി ഓൺ 2023 September 10. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഹൗസ് വാമിംഗ് ഡേറ്റ് ഫ്രം ദ കലണ്ടർ. അപ്പോൾ നമുക്കിവിടെ സെപ്റ്റംബർ മാസത്തെ കലണ്ടർ തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ അവിടെ ഏതൊക്കെയോ ഡേറ്റ് മിസ്സിംഗ് ആണ്. ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. ഏതൊക്കെയാണ്? 1 2 3 4 കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യും. ഏതാണ് അവിടെ മിസ്സായ നമ്പർ? 5 6 അല്ലേ. പിന്നെ 7 8 9 10 11 കഴിഞ്ഞിട്ട് പിന്നെ 2 ഡേറ്റ് മിസ്സിംഗ് ആണ് അല്ലേ. ഏതായിരിക്കും? 12. നമ്മളവിടെ 12ഉം 13ഉം എഴുതി കൊടുക്കും. ഇനി വിച്ച് ഡേ ഈസ് ദ ഹൗസ് വാമിംഗ്? ഏത് ദിവസമാണ് മക്കളെ ഹൗസ് വാമിംഗ് പറഞ്ഞത്? സെപ്റ്റംബർ 10 ആണ് അല്ലേ. അത് ഏതാ ദിവസം? സൺഡേ ആണ്. കലണ്ടർ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അവിടെ എന്ത് എഴുതിയെടുക്കണം? സൺഡേ എന്ന് എഴുതണം. അപ്പം നമ്മൾ സൺഡേ എഴുതി. എന്താ സ്പെല്ലിങ്? SUNDAY സൺഡേ എന്ന് എഴുതി അല്ലേ. ഇനി ഹൗ മെനി മൺഡേ ആർ ദർ ഇൻ സെപ്റ്റംബർ 2023? എത്ര മൺഡേസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം കലണ്ടർ നോക്കിയിട്ട്. കൂടാതെ ഏതൊക്കെയാണ് ഡേറ്റ്സ് ഒന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, എഴുതാം. ഏതൊക്കെയാണ്? 4 മൺഡേസ് ആണ് അല്ലേ. ഏതൊക്കെയാണ് ഡേറ്റ്? 4 11 18 25. അപ്പോൾ അത് നമ്മൾ ആൻസർ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദ നമ്പർ പാറ്റേൺസ്. കലണ്ടർ നോക്കിയിട്ട് നമ്പർ പാറ്റേൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, പിന്നെ 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3ഉം 10ഉം ഉള്ള ഡിഫറൻറ്റ് എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 10 കഴിഞ്ഞാൽ 6 ഗ്യാപ്പ് കഴിഞ്ഞാൽ എത്രയാണ്? 10 11 12 13 14 16 കഴിഞ്ഞാൽ ഏതാണ്? 17 ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ 17 എഴുതും. നമുക്ക് കലണ്ടർ നോക്കി ഈസിയായി കണ്ടെത്താൻ കഴിയും. കണ്ടോ, 10ൻ്റെ താഴെ 17 അല്ലേ. 17 കഴിഞ്ഞാൽ പിന്നെ 6 ഗ്യാപ്പ് ഇട്ടിട്ട് 24. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് 7 13 ആണ്. അപ്പോൾ 7 കഴിഞ്ഞാൽ 13ലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്? 8 9 10 11 12 13 അല്ലേ. അതും 6 ആണ്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? കലണ്ടർ ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കലണ്ടർ നോക്കിയാൽ 14 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എത്ര? 19 ആണ്. പിന്നെ വരുന്നത് 24 അല്ലേ. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ 25 ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? 19 25. അപ്പോൾ പാറ്റേൺ ഫില്ലായില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പാറ്റേൺസ് എഴുതാൻ പറഞ്ഞാൽ ഈസി അല്ലേ മക്കളെ. പ്രവർത്തനം 8 ക്ഷണക്കത്താണ്. ആദിഷിൻ്റെ വീടുപണി പൂർത്തിയായി. ഗൃഹപ്രവേശനത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം അല്ലേ. മലയാളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കത്ത് തയ്യാറാക്കാം കൂട്ടുകാരെ? നിങ്ങൾക്ക് നല്ല പിക്ചറൊക്കെ വരച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലെയൊക്കെ വരച്ചിട്ട് എഴുതാട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സെപ്റ്റംബർ 7 എൻ്റെ ഗൃഹപ്രവേശനമാണ്. നിങ്ങളെല്ലാവരും വരണം. സ്നേഹപൂർവ്വം ആദിഷ്. അടുത്തത് വീടൊരുക്കിയവരാണ് അല്ലേ. ആദിഷിൻ്റെ വീട് സ്വപ്ന വീട്. കൂട്ടുകാരെല്ലാം വീട് കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെയാണ്? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ച് യോജിപ്പിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ചിത്രത്തിൽ വരച്ചതുപോലെ വീടുമായി ബന്ധപ്പെട്ട ആളുകളുടെ നേരെ, തൊഴിലുകളുടെ നേരെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ അല്ലേ പിക്ചർ തന്നിട്ടുണ്ടല്ലേ മക്കളെ. വീടും പരിസരവും വൃത്തിയാക്കണം. ശുചീകരണ ഉപകരണങ്ങൾ കണ്ടെത്തി വട്ടം വരക്കാനാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം.
അപ്പോൾ ഇതാ റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അല്ലേ നമ്മളെ ഒന്ന് നോക്കിയേ, ഇതൊക്കെ തന്നെയല്ലേ? ആ ശരിയാണ്. മിക്സി ആണോ? അല്ല, നമ്മൾ ശുചീകരണത്തിന് വീട് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വട്ടം വരച്ച്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.